ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? അതെങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. കണ്ടോ ഇവിടെ എന്താണ് ചെയ്തത്? എല്ലാം മനസ്സിലായോ? അല്ലേ, കുഴപ്പമില്ലല്ലോ. അതായത് ഇവിടെ ശ്രദ്ധിക്കാം, നമുക്കിവിടെ കാണാൻ പറ്റുന്ന വീക്കർ പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിരലുകൾ മാത്രമാണ്. എത്ര വലിയ ശക്തിയുള്ള പുരുഷനാണേലും അവന്റെ വിരൽ എന്ന് പറയുന്നത് വളരെ വീക്കറായിട്ടുള്ള സാധനമാണ്, അല്ലേ? എന്ത് ചെയ്യണം? എൻ്റെ വലതു കൈ ഉപയോഗിച്ച് അവൻ്റെ വലതുവശത്തേക്ക് ഇരിക്കുന്ന വിരലുകൾ, ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ, മൈക്ക് ഒരു കയ്യിലിരിക്കുന്നത് കൊണ്ട്, രണ്ട് കൈയും ഉപയോഗിച്ച്, നമ്മുടെ രണ്ട് കൈയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിരലെടുക്കുക. കണ്ടോ? ഈ വിരൽ ഇങ്ങനെ കിള്ളി എടുക്കാനൊന്നും പറ്റില്ല. ഒരു പുരുഷനാണ് പിടിച്ചിരിക്കുന്നത്, വളരെ സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. വിരലുകൾ രണ്ട് കൈവിരലുകളും ഉപയോഗിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒടിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പാകത്തിന് കാണിച്ചു തരികയാണ്. ഇങ്ങനെ ഒടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ചുവട് ചേർത്ത് വേണം ഒടിക്കാൻ. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന വിരലുകളും ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുക. വിരലുകൾ ഇത് കണ്ടോ, ഇങ്ങനെ ചുവട് ചേർത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒടിക്കുവാണ്. ഇവിടെ വേദന എടുക്കോ ഇല്ലയോ? എടുക്കുമോ ഇല്ലയോ? അപ്പോ ഈ വിരലുകൾ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ വിരലുകൾ കണ്ടോ കുടഞ്ഞെറിയുകയാണ്. ഞാൻ പറഞ്ഞു ഹിപ്പ് ഒരു വെപ്പണാണെന്ന് പറഞ്ഞു. വിരലുകളെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുടഞ്ഞെറിഞ്ഞതിന് ശേഷം നമ്മുടെ ഹിപ്പ് ഉപയോഗിച്ച് ബാക്കിലേക്ക് മാക്സിമം പുഷ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, എഴുന്നേറ്റ് ഓടിക്കോണം. ഇത്രയൊക്കെ ഉള്ളൂ. മനസ്സിലായോ? എന്നാൽ ഞാൻ സെൽഫ് ഡിഫൻസ് പഠിച്ചിട്ടുണ്ട്. അടുത്ത വീക്കർ പോയിന്റ് ഒരെണ്ണം കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാണോ വേണ്ടത്? എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓവർ കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ നിൽക്കരുത്, സ്ഥലം വിട്ടേക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾക്ക് രണ്ട് വിരലുകളും കിട്ടിയില്ല, എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു വിരലെടുക്കുക. കണ്ടോ? ഏതെങ്കിലും ഒരു വിരലെടുക്കുക. ഈ ഒരു കൈ, നമ്മുടെ മറ്റേ കൈ ഫ്രീ അല്ലേ, ഇതുകൊണ്ട് ഇങ്ങനെ കണ്ടോ, ഈ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കണം. ഈ ഒരു വിരലിനെ ഇപ്പുറത്തെ കൈ ഉപയോഗിച്ച് തട്ടിത്തെറിപ്പിക്കണം. മറ്റേതിനെക്കാട്ടിലും കൂടുതൽ പവർഫുൾ ആയിരിക്കും. ഇങ്ങനെ ചെയ്യാം. ഇനി ഒരു വിരലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ നമ്മുടെ താഴെ എന്താണ് നോക്കുക, ആ ചെറുവിരലുണ്ടാവും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലൂടെ നമുക്ക് ഈ ചെറുവിരൽ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടിക്കാൻ സാധിക്കും. ഇതിനൊക്കെ പേടിച്ച് പറിച്ച് നിന്നാൽ ഇതൊന്നും നടക്കുകയില്ല കേട്ടോ. കുറച്ചൊക്കെ ധൈര്യമൊക്കെ ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സെൽഫ് ഡിഫെൻസിൽ ഈ ക്ലാസ് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു 1 അവറോളം ഇവർക്കൊരു ക്ലാസ് തന്നെ അങ്ങോട്ട് കൊടുക്കും, ഇവർക്കൊന്ന് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രണ്ടിൽ നിന്നൊരു അറ്റാക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇതിപ്പോൾ ബാക്കിൽ നിന്നാണ് കാണിച്ചത്, ഇനി ഫ്രണ്ടിൽ നിന്നൊരു അറ്റാക്ക് വന്നു. ഫ്രണ്ടിൽ നിന്നൊരു അറ്റാക്ക് ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? പെട്ടെന്ന് നമ്മൾ നടന്നു പോകുന്ന സമയം ഒന്ന് കിസ് ചെയ്യാനെന്ന തരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വന്ന് നമ്മളെ തോളത്തേക്ക് കൈ വെച്ചു ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഇവിടെ നമുക്ക് പല കാര്യങ്ങളും പ്രയോഗിക്കാം. അതായത് മൂക്കിനിട്ടിടിക്കാം, ഇല്ലേ? കണ്ണിൽ കുത്താം, ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ ഗ്രോയിൽ ആഞ്ഞു തൊഴിക്കാം. ഇതൊക്കെ ചെയ്യാൻ പാടില്ലേ? സിമ്പിൾ അല്ലേ? ഫ്രണ്ടിൽ നിന്നൊരു അറ്റാക്ക് ആണെങ്കിൽ സിമ്പിളാണ്. ഇനി നമ്മുടെ തോളത്തേക്ക് വന്ന് വീണു പോയി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തോളത്തേക്ക് ഇങ്ങനെ വന്ന് വീണു, എന്ത് ചെയ്യും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ വരുമ്പോ തന്നെ ഇത് വേണ്ട, അയാളെ ഇങ്ങനെ പിടിച്ചൊരൊറ്റ തള്ള. ഈ ചുമ്മാ പിടിച്ച് തള്ളുവല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ തള്ളുമ്പോൾ നമ്മുടെ ഈ തമ്പ് കണ്ടോ, ഈ തമ്പ് ഉപയോഗിച്ച് അയാളുടെ കണ്ണിൽ കണ്ടോ ഇങ്ങനെ ചൂഴ്ന്നിറക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇതാണ് ഇവിടുത്തെ പ്രവൃത്തി. കണ്ടോ? തമ്പ് കണ്ണിനകത്ത് കുത്തിയിറക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കി വിരലുകൾ ബാക്കിൽ തലയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ബാക്കിലേക്ക് മാക്സിമം തള്ളിവിടുക. മനസ്സിലായോ? ഇതിവിടെ ഞാൻ ഇത്രയും തള്ളിവിട്ടത് ഇവിടെ നെറ്റിയിൽ പ്രസ് ചെയ്തിട്ടാട്ടോ, ഒരിക്കലും കണ്ണിൽ പ്രസ് ചെയ്തല്ല. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ നെറ്റിയിൽ പ്രസ് ചെയ്തിട്ടാണ് ബാക്കിലേക്ക് തള്ളിവിട്ടത്. ഇത് വേണേ ചെയ്യാം. ഇല്ല, ഞങ്ങളിത് സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് എന്നും ഞങ്ങളുടെ റൊട്ടീനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാൾ തോളത്ത് വന്നിങ്ങനെ കൈവച്ചു, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? പോട്ടെ, നമ്മളൊരു ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ടു പോയി, എന്ത് ചെയ്യും? എങ്ങനെ രക്ഷപ്പെടും? ഇവിടെ നമ്മൾ 2 വീക്കറായിട്ടുള്ള ഭാഗമാണ് സെലക്ട് ചെയ്തത്. ഒന്ന് അയാളുടെ ചെവി, ഒന്ന് അയാളുടെ ഗ്രോയിങ് പാർട്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ കൈയുടെ ഈ പത്തി ഭാഗം ഉപയോഗിച്ച് ചെവിയിൽ ആഞ്ഞടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? കാലുകൊണ്ട് ഗ്രോവിനിൽ ആഞ്ഞു തൊഴിക്കണം.
ഈ കൈ എവിടുന്ന് വരണം? ചുമ്മാ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല, കൈ പുറകിൽ നിന്നാണ് വരേണ്ടത്. അതുപോലെ തന്നെ കാലുകൊണ്ട് ചുമ്മാ തുടക്കിട്ട് തൊഴിച്ചിട്ട് കാര്യമില്ല, കാല് വരേണ്ടത് കറക്റ്റ് അയാളുടെ ഗ്രോയിനിലെ ബാക്കിൽ നിന്നാണ് വരേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിപ്പം ഞങ്ങളെന്നും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്നയാളുടെ ഇന്ന സ്ഥലം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങൾക്കത് പരിചയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ജസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മളത് പെയറായിട്ട് നിന്ന് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ രണ്ട് കയ്യിൽ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചാലോ? ഇതുപോലെ നമ്മുടെ രണ്ട് കയ്യിൽ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യണം? എവിടെ ഇടിക്കാം? ഒന്നുകിൽ അയാളുടെ മൂക്കിനെ പിടിക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു പുരുഷൻ പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈ അയാൾ മുറുക്കെയാണ് പിടിച്ചിരിക്കുന്നത്, ഇതിനപ്പുറത്തേക്ക് ആ കൈ അങ്ങോട്ട് നമുക്ക് അനക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് പറയുമ്പം പറയാം ഇങ്ങനെ ഇടിക്കാമെന്ന് പറയാം, പക്ഷേ ഈ കൈ ഇവിടുന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് മാറ്റാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ എന്ത് ചെയ്യാം? മനസ്സിലായോ? ഈ കൈ ഇവിടെ വരെ വന്നു, കണ്ടോ? ഒരു സ്റ്റെപ്പ് കയറി വന്നു, എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ കൈ കട്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിടിച്ച്